ഞങ്ങൾ പ്രോത്സാഹന സ്കൂളിലെ ടീച്ചേഴ്സ് ആണ്. പേര് ഭാഗത്തോട്ടിരിക്കും. ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു ബ്രോഷറാണ്. എല്ലാ പ്രവർത്തനങ്ങളും അതിനകത്തുണ്ട്. പഠന പ്രവർത്തനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ മികച്ചൊരു സ്കൂളാണ്. ഇത് പ്രകൃതാന സ്കൂളിലെ ടീച്ചേഴ്സ് ആണ്. അവര് പറയുന്നത് അവിടെ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇതാണ് ബ്രോഷർ. വേണ്ട ബ്രോഷർ വേണ്ട. പൊതുവിദ്യാലയങ്ങളിൽ എന്താ നടക്കുന്നത് നമുക്കറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് 4 അക്ഷരം പഠിച്ചതിന്റെ കാര്യമുള്ളൂ. സാറേ, നിങ്ങളെ കുറച്ച് ഫോട്ടോ കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. പൊതുവിദ്യാലയങ്ങളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയല്ല സാറേ, CBSE സ്കൂളുകളിലെ പോലെ ചുമ്മാ കാണാപ്പാട് പഠിക്കുന്ന രീതിയല്ല. നമ്മുടെ സ്കൂളില് ലേണിംഗ് ബൈ ഡൂയിങ്, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം. കുട്ടികൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെയാണ് പഠിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളൊന്നും ഇപ്പൊ പഴയ അവസ്ഥയല്ല, എല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാണ്. ഞങ്ങൾ ഏതായാലും ഞങ്ങളുടെ മോനെ അവിടെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരികയും വേണ്ട. എന്താ മികൽ, നീ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് വയ്യ. സ്കൂളിൽ പോകുന്നേ ഇല്ല. എപ്പോഴും പഠനം. പഠിക്കാനല്ലാതെ പിന്നെ നമ്മൾ എന്തിനാ സ്കൂളിൽ പോകുന്നത്? എന്നുവെച്ച് എപ്പോഴും പഠനം മാത്രം മതിയോ? അതേ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതേ കേൾക്കാമല്ലോ. മോനെ, നീ ഒന്ന് അടങ്ങ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ശരി, ഞാൻ സ്കൂളിൽ പോകുന്നേ ഇല്ല. Is this Mihel's mother? Yes, ma'am. I am sister principal. Sorry, ma'am. May I know your reason for calling? Why are you being so irresponsible? Are you not aware of this school's reputation? We have already warned you several times. Michael was not achieved the marks we expect. You always say the same thing. His class teacher has reported that he refused to do even his homework. We cannot afford to waste our time and such a disinterested student. We have already tried our best to support him at home, ma'am. Please give him one more chance. ഇന്നും അവൻ സ്കൂളിൽ പോയിട്ടില്ല. പനിയാന്ന് പറഞ്ഞ് ഇന്ന് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇന്നും അവന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു. അവന് ടേബിൾ എക്സാമിൽ ഇപ്രാവശ്യവും മാർക്ക് കുറവാണ്. എത്രയുണ്ട് മാർക്കൊക്കെ? നല്ല മാർക്കുണ്ടോ? എല്ലാം പഴയതുപോലെ തന്നെ, ഒരു മെച്ചവുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ. പ്രഭുത്താന സെന്റ് മൈക്കിൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഇവിടെ വന്നിരുന്നല്ലോ. അവിടെ ഇവനൊരു അഡ്മിഷൻ കിട്ടുമെന്നൊന്ന് നമുക്ക് ചോദിച്ചാലോ? അത് വേണ്ട. ഞാൻ വളരെ മോശമായിട്ടാണ് വന്നപ്പോൾ പെരുമാറിയത്. അത് സാരമില്ലെന്നേ. അവരുടെ ബ്രോഷറിൽ നമ്മൾ കണ്ടത് അവിടെ പഠനത്തോടൊപ്പം ധാരാളം പാഠ്യേതര പ്രവർത്തനങ്ങളും ഉണ്ടെന്നല്ലേ. അത് കുറച്ച് ഗുണമാകുമായിരിക്കും ഇതിന്. ആ ബ്രോഷറിൽ സാറിന്റെ നമ്പർ കാണും, ഞാൻ ഇന്ന് വിളിച്ചു നോക്കട്ടെ. അത് വേണ്ട. അല്ല, വിളിക്കേ. ഹലോ, പ്രവിത്താന സ്കൂളിലെ സാറല്ലേ? പ്രവിത്താന സ്കൂൾ ഹെഡ് മാസ്റ്റർ ആട്ടോ. ആരാ വിളിക്കുന്നത്? എന്റെ പേര് സോന. ഞാൻ എന്റെ മോൻ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, ശരി. അഡ്മിഷൻ കുഴപ്പമില്ല. മോനിപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവൻ 8ാം ക്ലാസ്സിലേക്കാണ്. എന്താണ് അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ? ഡൊണേഷന് ഫീസൊക്കെ എത്രയാണ്? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസോ ഫീസോ ഡൊണേഷനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള സ്കൂളാണേ. അതെ. നമുക്ക് കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്നുള്ള TC, ഇത്രയും മാത്രം മതി കേട്ടോ. ഇല്ല, ഡൊണേഷൻ ഒന്നും ഇല്ല, ഫീസും ഇല്ല. ഓക്കെ. താങ്ക് യു സാർ. ഞാൻ എപ്പോഴാണ് വരണ്ടേ? എപ്പോ വേണേ വരാം. നമുക്ക് ഓഫീസ് ടൈം രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:00 വരെ സ്കൂളിൽ ആളുണ്ട് കേട്ടോ. ഓക്കെ സാർ, ഞാൻ നാളെ തന്നെ വന്നോളൂ. ഓക്കെ, താങ്ക് യു.
നിങ്ങൾ ഈ സ്കൂളിലെ കുട്ടികളാണ്? അതെ. ഈ യൂണിഫോം ലിറ്റിൽ ഗൈഡ്സിന്റെ യൂണിഫോം. അതെന്താ? കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കഴിച്ച് സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT കൂട്ടായ്മയാണ് ലിറ്റിൽ. കഴിഞ്ഞ വർഷം കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച 2ാമത്തെ LK യൂണിറ്റായി ഈ സ്കൂൾ തെരഞ്ഞെടുത്തു. കൺഗ്രാറ്റ്സ്. Yes. Who is ready with today's story? Aina, are you ready? Okay. Once upon a time, there lived a man in a small village. He was very worried about his son. His son was lazy and careless. He never worked. He just wandered here and there in the village. ടീച്ചർ പുതിയ അഡ്മിഷന് നമുക്കിന്നൊരു പുതിയ അഡ്മിഷൻ മിഖേലിനാണ് പേര്. അവനെ നല്ലൊരു കൈയടിയോടെ നമുക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. While cutting a tree near a river, his axis is fell into a river, and the river was so deep. എല്ലാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട്? സുഖമായിട്ടിരിക്കുന്നോ? പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ല മിടുക്കനാണോ? നോക്കി മിഖായിൽ മാലാഖയോടൊക്കെ പ്രാർത്ഥിച്ച പ്രത്യേക സംരക്ഷണമായിട്ടൊക്കെ നോക്കി നന്നായിട്ട് പഠിക്കണം. എന്റെ പുതിയ സ്കൂളിലേക്ക് വിളിച്ചു വന്നിട്ട് അവനിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റിയിലൊക്കെ കൂടുന്നുണ്ട്. ഇതിന്റെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം. ആക്ടിവിറ്റിയിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. എല്ലാവർക്കും പങ്കെടുക്കുന്നുണ്ട്. ഭംഗിയായിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇനിയും കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടും കേട്ടോ, നഷ്ടപ്പെടുത്തരുത്. വിശുദ്ധ മിഖായിൽ മാലാഖയോടൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക, സംരക്ഷണം നേടുക, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ 10ാം ക്ലാസ്സിലല്ലേ? ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. പിന്നെ കാണാം കേട്ടോ. Shiva, I've told you before. It's the same moment when you use not good for your hair or study.
ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയും വികാസവും സാധ്യമാക്കിക്കൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും മുതൽക്കൂട്ടാകുന്ന ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്ന മികവിന്റെ കേന്ദ്രങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ. മിഖേൽ കേവലം ഒരു വ്യക്തിയല്ല, പഠനഭാരത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് ചിറകുവിരിക്കാൻ കൊതിക്കുന്ന അനേകം കുരുന്നുകളുടെ പ്രതിനിധിയാണവൻ. രസിച്ചു പഠിച്ചും പഠിച്ചു രസിച്ചും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ പൊതുവിദ്യാലയത്തിന്റെ വാതായനങ്ങൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. നന്ദി.